രാവിലെ നമ്മൾ ഇങ്ങനെ സമയം ഇപ്പം ഏകദേശം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നൊരു നാലമ്പല ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ KSRTCയുടെ ഒപ്പമാണ് നമ്മുടെ ഈ ഒരു നാലമ്പല ദർശനം. KSRTCയുടെ ടൂർ പാക്കേജ് ഉണ്ട്, അതിൽ വരുന്നതാണ് ഈ ഒരു നാലമ്പല ദർശനം. കർക്കിടക മാസത്തിലാണ് ഈ ഒരു സീസൺ ടൈം, നാലമ്പല ദർശനത്തിൻ്റെ ടൈം. അങ്ങനെ നമ്മൾ രാവിലെ നാലമ്പല ദർശനത്തിൽ പോവുകയാണ്. നമ്മുടെ കോട്ടയത്താണ് നമ്മുടെ നാലമ്പല ദർശനം. തൃശ്ശൂരിലുണ്ട്, പക്ഷെ നമ്മൾ കോട്ടയത്തുള്ള നാലമ്പലത്തിലാണ് പോകുന്നത്. അപ്പോൾ KSRTCയുടെ ഒപ്പോൾ ആദ്യത്തെ യാത്ര കേട്ടോ. അവർ ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് നാലമ്പലം. ആദ്യമായിട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട്, ലക്ഷ്മണസ്വാമി ക്ഷേത്രമുണ്ട്, അതുപോലെ ഭരണസ്വാമി ക്ഷേത്രമുണ്ട്. 4 ടെമ്പിളുകളാണുള്ളത്. ഈ 4 ടെമ്പിളുകളാണ് നമ്മുടെ ഒരു നാലമ്പല സോ ഈ ടെമ്പിളുകളെല്ലാം അടുത്തടുത്താണ്. ഒരു 4-5 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ നമ്മളിന്ന് നേരെ ദർശനം നടത്താൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സ്വന്തം ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് നേരെ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നായിരുന്നു നമ്മുടെ നാലമ്പല യാത്രയുടെ തുടക്കം. രാവിലെ 5 മണിക്ക് തന്നെ എല്ലാവരും എത്തണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ രാവിലെ 5 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരാളും കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കരുനാഗപ്പള്ളിയുടെ ടൂർ പാക്കേജാണ്. ഒരാൾക്ക് 580 രൂപ വെച്ചിട്ടാണ് ഈ ഒരു നാലമ്പല ദർശനത്തിന് ചാർജ് ഈടാക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ബസ്സിൽ ഏകദേശം 45ഓളം പേരുണ്ട്. അങ്ങനെ നമ്മളിനി നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. നമ്മള് രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത്. രാമായണ മാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ രാമായണത്തിന്റെ പ്രത്യേകതയിൽ രാമായണത്തിന്റെ അർത്ഥം അറിയാമല്ലോ. എന്താ രാമായണത്തിന്റെ അർത്ഥം? 2 രീതിയിൽ രാമായണത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് രാമന്റെ ആയനം. KSRTC ഒരുപാട് ടൂർ പാക്കേജുകളൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നു മാത്രമാണ് ഈ ഒരു നാലമ്പല ദർശനം എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് KSRTCയുടെ ഈ ഒരു ടൂർ പാക്കേജ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം ഒരു 45ഓളം പേരുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ നാലമ്പല ദർശനം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലുള്ള 4 ക്ഷേത്രങ്ങളാണ്. ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം, അതുപോലെ കുടപ്പൂലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അരമന ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേത്തിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളാണ് നമ്മൾ നാലമ്പല ദർശനം നടത്താൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാലമ്പല ദർശനം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തൃപ്രയാറ്, കൂടൽമാണിക്യം, മൂഴിക്കുളം, പയ്യാമ്പലം ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതും ഫേമസ് ആയതുമായിട്ടുള്ള 4 ക്ഷേത്രങ്ങളാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു കോട്ടയം ജില്ലയിലെ ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. മലയാള മാസമായ കർക്കിടക മാസത്തിലാണ് ഈ ഒരു നാലമ്പല ദർശനം നടത്തുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനം പുണ്യമായ ഒരു ചടങ്ങായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ നാലമ്പലത്തിലെ സഹോദരങ്ങളായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ 4 ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ഈ ദർശനം നടത്തുന്നത്. അതിൽ ഒന്നാമത്തെ ക്ഷേത്രമായ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. രാമപുരത്താണ് ഈ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്തെ രാമപുരത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. നാലമ്പല ദർശനത്തിൻ്റെ ആദ്യത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. രാമായണത്തിലെ ദശരഥ രാജാവിൻ്റെ 4 പുത്രന്മാരാണ്. അതിൽ മൂത്ത ആളാണ് രാമൻ. അങ്ങനെ രാമനെ തൊഴുതിട്ട് വേണം നമ്മൾ ബാക്കി ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിലാണ് നമ്മുടെ ഒരു നാലമ്പല ദർശനം വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കാണ്. നമ്മളൊരു KSRTC ടൂർ പാക്കേജ് ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ക്യൂ ആണ് KSRTCക്ക് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി തൊഴാൻ പറ്റും. മാത്രമല്ല നമുക്ക് അർച്ചനയാണെങ്കിലും മറ്റ് വഴിപാടുകൾ നടത്താനുള്ള വേണ്ടിയിട്ടാണെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു കൗണ്ടർ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് KSRTC ടൂർ പാക്കേജിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു സൗകര്യം ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി തൊഴുതിട്ട് നമുക്ക് അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകാൻ പറ്റും. പ്രത്യേക സ്പെഷ്യൽ കണ്ട കൗണ്ടറുള്ളത് നമ്മൾ കൊടുത്തേക്കൊണ്ട് അല്ലാതെ കയറുന്നവർക്ക് അവിടുന്ന് കയറണം. നേരെ കൊണ്ടുവിടുന്ന ലക്ഷ്മണ ക്ഷേത്രത്തിലാണ്. ലക്ഷ്മണ ക്ഷേത്രത്തിൽ നിങ്ങൾ കയറിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഉപദേവതകളെല്ലാം ഉണ്ട്. അവരെ ഭദ്രകാളിയൊക്കെ ഉണ്ട്. തൊഴുത് വണ്ടി വരുമ്പോൾ ക്യാൻറ്റീൻ്റെ റോഡുണ്ടാവും. ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഇടത് സൈഡിലാണ് ക്യാൻറ്റീൻ. അവിടെ ആയിരിക്കും നമ്മുടെ ബസ് കിടക്കുന്ന പാർക്കിംഗ് ഏരിയ കേട്ടോ. അങ്ങനെ കൊണ്ടുവിടുന്നവർക്ക് ആയിരിക്കത്തില്ല ബസ്.
നടക്കുന്നത് ഈ ക്യാൻറ്റീൻ്റെ ബാക്കിലായിട്ടായിരിക്കും. ശ്രീരാമലക്ഷ്മണന്മാർ ഘോരവനമായിരുന്ന ഈ പ്രദേശത്ത് എത്തിച്ചേർന്നുവെന്നും കുടിയിരുന്ന സ്ഥലം കുടിയിരിപ്പ് എന്നും എത്തിച്ചേർന്നപ്പോൾ സന്ധ്യയായ സ്ഥലം ചെന്നീര എന്നും സന്ധ്യാവന്ദനത്തിനായി വില്ലിച്ച സ്ഥലം വിൽക്കുഴി എന്ന പേരിലും വേട്ടയാടിയ സ്ഥലം നായാട്ടുകുന്ന് എന്ന പേരിലും ഇന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് ഏകദേശം 1500 വർഷത്തിന് മുകളിൽ പഴക്കം കണക്കാക്കപ്പെടുന്നു. ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ചതുർബാഹു സമർപ്പണം. ശംഖ്, ചക്രം, ഗദ, പത്മം ഇവ 4 തട്ടത്തിലാക്കി പേരും നാളും പറഞ്ഞ് തിരുനടയിൽ സമർപ്പിക്കുന്നതാണ് ചതുർബാഹു സമർപ്പണം. സർവ ഐശ്വര്യമാണ് ചതുർബാഹു സമർപ്പണത്തിന്റെ ഫലം. ശംഖ് രോഗശമനത്തിനും, ചക്രം പാപനാശത്തിനും, ഗദ ദീർഘായുസിനും, പത്മം സർവ ഐശ്വര്യത്തിനുമായി സമർപ്പിക്കുന്നു. അനന്ത അവതാരമായ ലക്ഷ്മണസ്വാമിയുടെ തിരുമുൻപിൽ സന്താനലബ്ധിക്കായി സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ് അരമണി സമർപ്പണം. ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് സ്വയംഭൂവായ ശ്രീ ധർമ്മശാസ്താവും അഭീഷ്ടവരദായിനിയായ ശ്രീ ഭദ്രയും കുടികൊള്ളുന്നു. ശ്രീ ധർമ്മശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, നെയ്ത്തിരി, നാളികേര മുടക്കൽ, എള്ളുപായസം എന്നീ വഴിപാടുകളും, ശ്രീഭദ്രയ്ക്ക് താമ്പൂല സമർപ്പണം, പട്ടും താലിയൻ സമർപ്പണം, തട്ടം സമർപ്പണം എന്നിവയും പ്രധാന വഴിപാടുകളാണ്. ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ഒരു ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളൊരു വെള്ളം കിട്ടും. കാട്ടിൽ നിന്നൊക്കെ പറിച്ചെടുത്ത 14 ഔഷധ സസ്യങ്ങൾ കൊണ്ടുള്ള ഒരു വെള്ളമാണ്. അപ്പം കണ്ട ഒരു ചെറിയ പിങ്ക് കളർ ഉണ്ടെങ്കിലും വെള്ളം കുടിക്കാൻ ഒരു പ്രത്യേക സ്വാദൊക്കെ ഉണ്ട് കേട്ടോ. അതും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ കുടിക്കാൻ മാത്രമല്ല നമുക്ക് കൊണ്ടുപോകാനും ഇവർ തരുന്നുണ്ട്. നാലമ്പല ദർശനത്തിന്റെ 3ാമത്തെ അമ്പലമായ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൂത്താട്ടുകുളം റൂട്ടിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറയുന്നത് ശംഖുപൂജയാണ്. ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ശംഖുപൂജ നടത്തുന്നത്. അതിലൊരു ക്ഷേത്രമാണ് അമനക്കര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. കർക്കിടകത്തിലെ അമാവാസി ദിനത്തിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തിയാണ് ഇവിടെ ആചരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് മീനൂട്ടാണ്. ഇവിടുത്തെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടുകളൊന്നാണ് മീനൂട്ട്. മീനൂട്ടിനായിട്ട് നമ്മുടെ മലരുണ്ടല്ലോ, മലരാണ് മീനിനായിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പം നിരവധി പേരാണ് മീനൂട്ടിനുള്ള വഴിപാട് നടത്തുന്നത്. നാലമ്പല ദർശനത്തിന്റെ 4ാമത്തെ അമ്പലമായ മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച എന്ന് പറയുന്നത് ആ കാണുന്ന മലയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. പച്ചപ്പിനിടയിലാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വന്ന KSRTC ബസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ബസ് പാർക്ക് ചെയ്യാനൊക്കെ അവിടെ സ്ഥലമുണ്ട്. ഒരുപാട് KSRTC ബസ്സുകളൊക്കെ ഇപ്പോൾ ഈ ഒരു ടൂർ പാക്കേജ് ഒക്കെ എടുത്തുണ്ട് കേട്ടോ. ഒരുപാട് ബസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയുള്ള പ്രതിഷ്ഠ ഉച്ചവരെ ശത്രുഘ്നന്റെയും അതിനുശേഷം സന്താന ഗോപാലന്റെ പ്രതിഷ്ഠയുമാണെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു ചുമരുകളിലൊക്കെ, കോവിലിൻ്റെ പുറത്തുള്ള ചുമരുകളിലൊക്കെ നല്ല കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല വളരെ മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു അമ്പലമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പൂജ എന്ന് പറയുന്നത് ചക്രം പൂജിക്കത്തില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പൂജ എന്ന് പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് പൂജിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്.
നാലമ്പലം ദർശനം നടത്തുമ്പോൾ KSRTC-കാർ നമുക്കൊരു ID കാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ID കാർഡ് കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ക്യൂവിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നാലമ്പലം ദർശനം നടത്തുന്ന ടെമ്പിളിൻ്റെ ആ പേരും അതുപോലെ തന്നെ അതിൻ്റെ കോൺടാക്ട് നമ്പറും ഒക്കെ ഈ ഒരു ID കാർഡിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ക്യൂവിലൊക്കെ കയറാൻ പറ്റും. നമ്മുടെ നാലമ്പല ദർശനം ഇവിടെ പൂർത്തിയായി. അങ്ങനെ നമ്മൾ ആദ്യം വന്ന ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നത്. ആദ്യം ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങിയത്, ശ്രീരാമസ്വാമി ക്ഷേത്രം, പിന്നീട് അതിനുശേഷം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, ഭരതസ്വാമി ക്ഷേത്രം, ശത്രുഘ്നസ്വാമി ക്ഷേത്രം. ഈ 4 ക്ഷേത്രവും തൊഴുതതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വന്നിട്ട് വീണ്ടും ആ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു നാലമ്പല ദർശനം പൂർത്തിയാവുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ ഇങ്ങനെ വന്നു, തൊഴുതു. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്തായാലും KSRTC-യുടെ ഈ ഒരു ടൂർ പാക്കേജ് അടിപൊളിയായിരുന്നു. എറണാകുളം ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ വന്നത്. എറണാകുളത്തിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ടേക്കുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 580 രൂപയായിരുന്നു ഒരാൾക്ക് ഈടാക്കിയത്. രാവിലെ 5 മണിക്കായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് സർവീസ്. അപ്പോൾ എല്ലാ ഡിപ്പോയിലും ഇങ്ങോട്ടുള്ള സർവീസ് നടത്തുന്നുണ്ട്. നമ്മളോട് വന്നപ്പോൾ ഒരുപാട് ബസ് കണ്ടു. അപ്പോൾ എല്ലാ ഡിപ്പോയിൽ നിന്നും നാലമ്പല ദർശനത്തിലേക്കുള്ള മാത്രമല്ല കേട്ടോ, പല സ്ഥലത്തേക്കുള്ള ടൂർ പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടത്തേക്കുള്ള ടൂർ പാക്കേജ് അറിയാൻ പറ്റും. ഇപ്പോൾ വളരെ സെക്യൂറാണ്. ഇവർ നമ്മളെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ച് അവിടുത്തെ പറ്റി നല്ലതായിട്ട് പറഞ്ഞൊക്കെ തരും. എന്തായാലും കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ സ്ക്രീനിലും കാണിച്ചേക്കാം. താല്പര്യമുള്ളതിനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നാലമ്പല ദർശനം നടത്താൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതിന് മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരും